വിവിധ ബൂത്തുകളിൽ മോക്ക് പോളിംഗ് അടക്കം ആരംഭിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് ഉള്ളത്. 184 ബൂത്തുകളിലായി 1,94,000-ത്തിലധികം വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുക. പ്രസാദ് ഉടുമ്പിശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിശബ്ദ പ്രചാരണ ദിവസം വരെ തുടർന്നൊരു വിവാദങ്ങളുടെ പിന്തുടർച്ചയായിരുന്നു ഈ പറയുന്നത് പോലെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർണ്ണമാണോ? അതിന് വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് മോക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടിംഗ് മെഷീനെല്ലാം തന്നെ മുദ്രവെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി 7 മണിക്ക് കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ബൂത്ത് നമ്പർ 73-ലാണ്. ഇവിടെ മറ്റ് ബൂത്തുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വോട്ടുള്ള ഒരു ബൂത്താണ്. 430 വോട്ടർമാരാണ് ഇവിടെ ഈ ബൂത്തിലുള്ളത്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വോട്ടുണ്ട്. അത് നേരത്തെ വിവാദമായതാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. അതുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാമാണ് നമുക്ക് നോക്കേണ്ടത്. പറഞ്ഞതുപോലെ നിശബ്ദ പ്രചരണ ദിവസവും പോലും വിവാദങ്ങൾ ഒഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറി എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഇതിൽ ഓരോ ഘട്ടത്തിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വോട്ടർമാരിൽ നിന്ന് ഉയർന്ന ഒരു പരാതി എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ മുന്നണികൾക്ക് കഴിഞ്ഞു എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം അവർ പിണറായി സർക്കാരിൻ്റെ 2ാം ടൈമിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ഉയർന്നു വരാവുന്ന കുറേ ചർച്ചകൾ അവർക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി വിവാദങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. UDF എല്ലാം പറയുന്നത് അത്തരത്തിൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. പക്ഷേ NDAയും ഇത്തരം വിഷയങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ പോലും ആദ്യമെല്ലാം ഈ വിവാദങ്ങളിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വോട്ടർമാരെ ഇതെല്ലാം എങ്ങനെ സ്വാധീനിക്കും? ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും വയനാടും പോളിംഗ് ശതമാനം കുറഞ്ഞു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് സജീവമായി കൊണ്ടുവരാൻ പരമാവധി ആളുകളെ അവരുടെ ഏറ്റവും എല്ലാ അനുഭാവികളെയും പ്രവർത്തകരെയും എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ 1960-ലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ. അന്ന് 80%-ലേറെ പോളിംഗ് നടന്നു. കഴിഞ്ഞ തവണ ഏറ്റവും കടുത്ത മത്സരം നടന്ന 2021-ൽ അന്ന് 75% പോളിംഗ്. അന്ന് ശ്രീധരനും ഷാഫി പറമ്പിലും അത്രയും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ തന്നെയായിരുന്നു ആ മത്സരം. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അന്ന് ഷാഫി പറമ്പിൽ ജയിച്ചത്, 3859 വോട്ടുകൾക്ക്. പിന്നെ 2011-ലും നല്ല പോളിംഗ് ആയിരുന്നു നടന്നത്, 77%. സമീപകാലത്ത് 2016-ലാണ് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ പോളിംഗ് എന്ന് പറയുന്നത് 77%. അന്ന് ശോഭാ സുരേന്ദ്രനും ഷാഫി പറമ്പിലും NN കൃഷ്ണദാസുമാണ് അന്ന് മത്സരിച്ചത്. അന്ന് ശക്തമായ മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായത് ഷാഫി പറമ്പിൽ തന്നെയാണ്. 17,000-ലേറെ ഭൂരിപക്ഷം 2016-ൽ അന്ന് ഷാഫി പറമ്പലിന് ലഭിച്ചു. പിന്നീട് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 96-ലാണ്. 96-ൽ TK നൌഷാദ്, CPM-ലെ TK നൌഷാദ് മത്സരിച്ച സമയത്ത് 596 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അന്ന് ജയിച്ചത്. അന്ന് അത്രയും ശക്തമായ മത്സരം അവിടെ നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമോ, അതല്ല വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണോ ജയിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം മത്സരം അത്രത്തോളം ശക്തമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ ഓരോ പ്രചരണത്തിൽ ഓരോ ഘട്ടത്തിലും കൊണ്ടും കൊടുത്തുമെല്ലാം മുന്നണികൾ നിന്നിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിലുണ്ടായ ഇപ്പോൾ സരിൻ അപ്രതീക്ഷിതമായി LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ വിവാദങ്ങളും നമുക്കറിയാൻ കഴിയുന്നതാണ്. പിന്നീട് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് പുറത്തു വന്നത്, ആ കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ വിവാദം കോൺഗ്രസിനകത്തുമുണ്ടായി. കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ അതെല്ലാം കഴിഞ്ഞു എന്ന് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഹോട്ടലിൽ റെയ്ഡ്, അവർ താമസിച്ചിരുന്ന നേതാക്കന്മാരും അതോടൊപ്പം തന്നെ താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ റെയ്ഡ് നടക്കുകയും അത് വലിയ വിവാദമാകുകയും ചെയ്തു. അന്ന് അവിടെ ഉണ്ടായിരുന്ന നീല ട്രോളി ബാഗിനകത്ത് പണമാണെന്ന് CPM-ഉം അതല്ല വസ്ത്രമാണെന്ന് UDF-ഉം പറയുന്നു. അന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. നമുക്കറിയാം അന്ന് 2-3 ദിവസം ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പിന്നീട് ഇരട്ട വോട്ട്, കള്ളവോട്ട് വിവാദത്തിലേക്ക് വരുന്നു.
അങ്ങനെ ഓരോ വിവാദങ്ങളും ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമാക്കി നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ NDA കൺവെൻഷനിൽ മുൻനിരയിൽ അല്ലെങ്കിൽ വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയ സന്ദീപ് വാര്യർ പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനെതിരെ വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് പിന്നീട് വലിയ ചർച്ചയായി മാറുന്നു. അങ്ങനെ കൃഷ്ണകുമാർ